നമസ്കാരം. കുറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപി വീണ്ടും മലയാള സിനിമയിലേക്ക് സജീവമാകുന്നു. സുരേഷ് ഗോപി നായകനായി നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്യുന്ന കാവൽ എന്ന ചിത്രത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ്. ചിത്രത്തിന്റെ പേരിൽ പോലെ തന്നെ ഒരു കാവലുമായി ബന്ധപ്പെട്ട കഥയാണ് ഈ ചിത്രം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല മിസ്റ്ററി അല്ലെങ്കിൽ ക്ലാസ് ആക്ഷൻ ത്രില്ലർ എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു ചിത്രം. അതാണ് നമുക്ക് ഈ ഒരു ചിത്രത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത്. ശരിക്കും ഇടുക്കി കട്ടപ്പനയിൽ നിന്നും ഈ ചിത്രത്തിന്റെ കഥ തുടങ്ങുന്നു. ആദ്യത്തെ 20-25 മിനിറ്റ് ഭയങ്കര ക്ലാസ് രീതിയിൽ പോകുന്നു. ഏറ്റവും കൂടുതലും എനിക്കിഷ്ടപ്പെട്ട കാര്യം എടുത്തു പറയാം, രഞ്ജി പണിക്കന്റെ 25 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ നായകനായ സുരേഷ് ഗോപി സ്ക്രീനിലേക്ക് എൻട്രി ചെയ്യുന്നു. ഈ സ്ക്രീനിലേക്ക് ഇദ്ദേഹം എൻട്രി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ തന്നെ ഒരൊറ്റ ഷോട്ട് കൊണ്ട് ഫീൽ ചെയ്ത ലാഗിങ് ഒക്കെ മാറി ഒരു ആക്ഷൻ ലെവലിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞു, ആദ്യത്തെ 25 മിനിറ്റ് ലാഗിങ് എന്ന് പറയുന്നത് ഈ ചിത്രത്തിന്റെ കഥ പറയുന്ന ശൈലിയാണ്. അവിടെ അത്രയും വലിയ ലാഗിങ് ഒന്നും അനുഭവപ്പെടാതിരുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ രഞ്ജി പണിക്കന്റെ പെർഫോമൻസ് കൊണ്ട് തന്നെയാണ്. സെക്കൻഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആദ്യത്തെ 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പോകുമ്പോൾ ചിത്രം ഒരു ആക്ഷൻ ലെവലിലേക്ക് പോകുന്നുണ്ട്. സുരേഷ് ഗോപി എവിടെയൊക്കെയോ ഒരുപാട് പഴയ സിനിമയിലെ ഡയലോഗ്സ് ഒക്കെ പറയാനും ആ ഒരു ഡയലോഗ് ഡെലിവറി ഒക്കെ പറയാൻ ഒരുപാട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അത് പക്ഷേ അദ്ദേഹം ഒരു റിഫ്രഷ് ട്രീറ്റ്മെന്റ് ആയിട്ട് കരുതിയിരിക്കും. അതായിരിക്കാം ഈ ഒരു സിനിമയിൽ അദ്ദേഹം ഒന്ന് ഹൈപ്പിലേക്ക് വരാൻ ഒരു ചെറിയ ഒരു സ്ലോ നമുക്ക് ഫീൽ ചെയ്തത്. എന്തായാലും സിനിമയുടെ പലയിടങ്ങളിലും ലാഗിങ് അനുഭവപ്പെടുന്നത് ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ട് തന്നെയാണ് എന്നാണ് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അവസാനം എന്ന് പറയട്ടെ, സിനിമ എൻഡിങ് അവസാനത്തെ ക്ലൈമാക്സ് ഒരു വില്ലനാണ് ഈ സിനിമയിൽ എത്തുന്നത്. കൂടുതൽ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ സ്പോയിലറായി പോയേക്കാം. പക്ഷേ സിനിമ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ക്ലാസ് ലെവലിലേക്ക് പോകുന്ന ഒരു ചിത്രം തന്നെയാണ്. ഒരു നോർമൽ ഓഡിയനെ സംബന്ധിച്ച് അയാൾ തിയേറ്ററിൽ ചെന്നിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരുപാട് തരത്തിലുള്ള ലാഗിങ്ങും കാര്യങ്ങളും ഒക്കെ അനുഭവപ്പെട്ടേക്കാം എന്ന് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ സിനിമയുടെ ക്ലൈമാക്സ് ലെവലിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത തരത്തിലുള്ള ഒരു ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. എന്തായാലും ഒരു വൺ ടൈം വാച്ചബിൾ മൂവി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആക്ടറിൻ്റെ ഈ ഒരു സിനിമയിൽ കാണുന്നത്. രഞ്ജി പണിക്കരും ഒക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു സിനിമയുടെ ഒരു ഡീറ്റെയിൽ റിവ്യൂ എന്ന് പറയുന്നത്. താങ്ക് യു.